സെക്ഷൻ 301 മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരാളിൻ്റെ മരണത്തിന് കാരണമാകാവുന്ന കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 301. മരണം സംഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ തൻ്റെ പ്രവൃത്തിയാൽ മരണം സംഭവിക്കാൻ ഇടയാകും എന്ന അറിവോടുകൂടിയും ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഒരാൾ ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരാളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു കുറ്റവും സെക്ഷൻ 301 പ്രകാരം കുറ്റകരമായ നരഹത്യയാണ്. സെക്ഷൻ 302 പണിഷ്മെൻറ്റ് ഫോർ മർഡർ കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ കൊലപാതകം നടത്തുന്ന ഏതൊരാളെയും മരണശിക്ഷയോ ജീവപര്യന്ത തടവോ കൂടാതെ പിഴശിക്ഷയും നൽകി ശിക്ഷിക്കാവുന്നതാണ്. സെക്ഷൻ 303 പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ എ ലൈഫ് കൺവിക്റ്റ് ജീവപര്യന്തം തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ ജീവപര്യന്ത തടവു ശിക്ഷയിലുള്ള ഒരാൾ കൊലക്കുറ്റം ചെയ്യുന്നെങ്കിൽ അയാൾക്ക് മരണശിക്ഷ നൽകി ശിക്ഷിക്കാവുന്നതാണ്. ഭരണഘടനയിലെ 14-ാം അനുച്ഛേദം വിഭാവന ചെയ്യുന്ന സമത്വം, 21-ാം അനുച്ഛേദത്തിലുള്ള ജീവിക്കുന്നതിനുള്ള അവകാശം ഇവയെ ലംഘിക്കുന്നതിനാൽ IPCയിലെ 303-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനിടയാക്കിയ കേസാണ് മിത്തു vs സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. സെക്ഷൻ 304 കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മരണകാരണമായ കൃത്യം മരണം ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ മരണത്തിന് കാരണമാക്കാവുന്ന ദേഹോപദ്രവം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ചെയ്താലുള്ള ശിക്ഷയാണ് താഴെ പറയുന്നത്. ശിക്ഷ ജീവപര്യന്തം തടവു ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവും കൂടാതെ പിഴയും. ഒരു കൃത്യം മരണമുണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും എന്നാൽ മരണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മരണകാരണമാകാവുന്ന തരത്തിലുള്ള ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെയും ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി താഴെ പറയുന്നു. ശിക്ഷ 10 വർഷം വരെ തടവു ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 304A ഒരാളുടെ ഉപേക്ഷയാൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്നതിനെ പറ്റിയുള്ള വകുപ്പ്. കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ സാഹസികമായോ അല്ലെങ്കിൽ ഉപേക്ഷയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിൻ്റെ മരണം സംഭവിക്കുന്നു. ശിക്ഷ 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 304B ഡൗറി ഡെത്ത് സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന IPCയിലെ വകുപ്പ്. എന്താണ് സ്ത്രീധന മരണം? 1. ഒരു സ്ത്രീ പൊള്ളലേറ്റോ ശാരീരികമായ മുറിവാലോ അസ്വാഭാവിക സാഹചര്യങ്ങളിലോ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നു. 2. മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ സ്ത്രീ ഭർത്താവാലോ ഭർത്താവിൻ്റെ ബന്ധുക്കളാലോ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരതയ്ക്കോ പീഡനത്തിനോ വിധേയയായിട്ടുണ്ടെന്ന് വെളിപ്പെടുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മരണത്തെ സ്ത്രീധന മരണം എന്ന് വിളിക്കുന്നു. അപ്രകാരം മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ആ സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരായി എന്ന് നിയമവശാൽ കണക്കാക്കപ്പെടുന്നു. ശിക്ഷ 7 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവു ശിക്ഷ. സെക്ഷൻ 312 ഗർഭം അലസിപ്പിക്കൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജീവനെ രക്ഷിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയല്ലാതെ ആ സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കാൻ ഇടയാകുന്ന രീതിയിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി. ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ. ഗർഭകാലത്തിലുള്ള കുഞ്ഞ് ചലനാവസ്ഥയിൽ എത്തിയതാണെങ്കിൽ ശിക്ഷ 7 വർഷം വരെ തടവും കൂടാതെ പിഴയും. വിശദീകരണം: തൻ്റെ ഗർഭം സ്വയം അലസിപ്പിക്കുന്ന ഒരു സ്ത്രീയും ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നു. സെക്ഷൻ 313 സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. 312-ാം വകുപ്പ് പറഞ്ഞിട്ടുള്ള കുറ്റം ഗർഭസ്ഥ ശിശു ചലനാവസ്ഥയിൽ എത്തിയതാണെങ്കിലും അല്ലെങ്കിലും ഗർഭിണിയായ സ്ത്രീയുടെ സമ്മതമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷ
ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും. സെക്ഷൻ 314. ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കൃത്യം ആ സ്ത്രീയുടെ മരണത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ ശിക്ഷ 10 വർഷം വരെ തടവും കൂടാതെ പിഴയും. ഗർഭിണിയായ സ്ത്രീയുടെ സമ്മതം കൂടാതെ ചെയ്യുന്ന ഗർഭഛിദ്രം ആ സ്ത്രീയുടെ മരണത്തിന് കാരണമാകുന്നുവെങ്കിൽ ശിക്ഷ ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും. കൃത്യം സ്ത്രീയുടെ മരണകാരണമെന്ന് കുറ്റക്കാരൻ മുൻകൂട്ടി അറിയണമെന്നുള്ളത് ഈ കുറ്റത്തിന് ബാധകമല്ല. സെക്ഷൻ 319. ദേഹോപദ്രവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. എന്താണ് ദേഹോപദ്രവം? മറ്റൊരാളുടെ ശരീരത്തിന് വേദനയോ രോഗമോ ബലഹീനതയോ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ദേഹോപദ്രവം. സെക്ഷൻ 320. കഠിന ദേഹോപദ്രവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. താഴെ പറയുന്ന ദേഹോപദ്രവങ്ങൾ മാത്രം കഠിന ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു. 1. പുരുഷത്വമില്ലാതാക്കുന്നത്. 2. കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്. 3. ചെവികളിൽ ഏതിൻ്റെയെങ്കിലും കേൾവി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്. 4. ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവമോ സന്ധിയോ നശിപ്പിക്കുന്നത്. 5. ശരീരത്തിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു അവയവത്തിൻ്റെയോ സന്ധിയുടെയോ ശക്തി നശിപ്പിക്കുകയോ എന്നേക്കുമായി ബലഹീനതയോ ഉണ്ടാക്കുന്നത്. 6. തലയ്ക്കോ മുഖത്തിനോ സ്ഥിരമായി വൈകൃതമുണ്ടാക്കുന്നത്. 7. എല്ലിൻ്റെയോ പല്ലിൻ്റെയോ ഒടിവോ സ്ഥാനഭംഗമോ ഉണ്ടാക്കുന്നത്. 8. ജീവന് അപായം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദേഹോപദ്രവം ഏറ്റ വ്യക്തി തൻ്റെ സാധാരണ ജീവിതമോ ജോലിയോ ചെയ്യാൻ കഴിവില്ലാതാക്കുകയോ അല്ലെങ്കിൽ അയാൾ 20 ദിവസം വരെ കഠിനമായ ശരീരവേദന അനുഭവിക്കുന്നതോ ആയ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത്. സെക്ഷൻ 321. സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരാൾ തൻ്റെ പ്രവൃത്തിയാൽ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അറിവോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഇപ്രകാരം ചെയ്യുക വഴി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഉണ്ടായാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളെയും സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കിയതായി കരുതാവുന്നതാണ്.